പാടില്ല. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൽ ഹസന. തങ്ങന്മാരെ വല്ലാണ്ട് സ്നേഹിച്ചു പോയ നേതാവ് എളാപ്പ അബൂ ത്വാലിബ് സ്വർഗത്തിലാകാൻ വേണ്ടി കൊതിച്ച് കരഞ്ഞുപോയി. അവിടെ നിന്ന് തടവിക്കൊടുത്തില്ലേ? ആ സമയത്തല്ലേ കാലിന്റെ അരികിലെത്തുമ്പോ കൈതട്ടപ്പെടുകയാണ്. അതേ, അത്രയും ഈ കുടുംബത്തെ സ്നേഹിക്കാൻ പഠിപ്പിച്ച നേതാവ്, വലിയ സ്ഥാനം കൽപ്പിച്ച നേതാവ് അടുത്ത നിമിഷം തീരുമാനമെടുക്കുന്നു. ഒരു മാതൃകാപരമായ തീരുമാനമാണ്. മദീനയുടെ ചക്രവർത്തിയാണ്. ഉടനെ അവിടുന്ന് ഇറങ്ങി അങ്ങകലെ നടന്ന് മദീനയുടെ താഴ്വരയിലൂടെ സഞ്ചരിക്കുന്നു. കുറെ അങ്ങ് നടന്നു പോകുന്നു. ഒരുപാട് വിഷമമുണ്ട്, ക്ഷീണമുണ്ട്. തങ്ങന്മാര് പട്ടിണിയാണെന്നറിയുമ്പോ ബേജാറായി പോയി. ഉടനെ നടന്ന് നീങ്ങുന്നു. ഒരുപാട് നടന്നു. കുറെ അങ്ങിലെത്തുമ്പോ നല്ലൊരു ഈത്തപ്പഴത്തോട്ടം കാണുന്നു. ആ തോട്ടത്തിലൊരു പാറാവുകാരന്റെ മുമ്പിൽ പോയി ചോദിക്കുന്നു, ഈ തോട്ടത്തിന്റെ മുതലാളി ആരാ? അതൊരു അറാബിയാണ്. അദ്ദേഹം പറഞ്ഞു, ഇതിന്റെ മുതലാളിയതാ പുറത്താണ്, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? അയാള് പറഞ്ഞു, അതേ, അയാളോട് പറയാണ്, ആരംഭപ്പൂവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, എനിക്കിതിലൊരു ചെറിയ ജോലി തരുമോ? അതേ, ദിവസവേതനത്തിനുള്ള ഒരു ജോലി തരുമോ? ആ ജോലി വല്ലതുമുണ്ടെങ്കിൽ ഞാൻ ചെയ്യാ. ആ സമയത്ത് പറഞ്ഞു, ഇതിന്റെ മാനേജ്മെന്റ് ആയി എന്നെ ഏൽപ്പിച്ചതുകൊണ്ട് ഒരു ചെറിയ ജോലി തരാ. ഒരു ഈത്തപ്പന മരത്തിലേക്ക് അതാ കാണുന്ന കിണറിൽ പോയി വെള്ളം കോരണം. വെള്ളം കോരിയിട്ട് ആ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുപോയി ഒരു ഈത്തപ്പന മരം നനച്ചാ ഒരു കാരക്കയുടെ, അതേ, ഒരു ഈത്തപ്പഴം അല്ലെങ്കിൽ ഒരു കാരക്ക, അത് നിങ്ങൾക്ക് കൂലി തരാ. ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളതാ തങ്ങന്മാരെ ബഹുമാനിച്ചുകൊണ്ട്, അവിടത്തെ പട്ടിണി മറന്നുകൊണ്ട് അതാ കൂലിപ്പണിയെടുക്കുന്നു. ആ ജൂതന്റെ തോട്ടത്തിലെ കിണറിൽ നിന്ന് വെള്ളം കോരുന്നു. എന്നിട്ട് ആ വെള്ളം കോരിയിട്ട് ഒരു ഈത്തപ്പന മരത്തിന്റെ ചുവടെ ഒഴിച്ചു കൊടുക്കുന്നു. ഒരു ഈത്തപ്പഴം കൂലി കിട്ടിയപ്പോ 3 ദിവസമായി ഒന്നും കഴിച്ചിട്ടില്ല. പക്ഷേ ഇത് തങ്ങന്മാർക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുടെ പട്ടിണി മാറാൻ വേണ്ടി രണ്ടാമത്തെ ബക്കറ്റ് വെള്ളം കോരാൻ പോകുന്നു. അതും കോരിയെടുക്കുന്നു. ആരാണ്? ചെറുപ്പക്കാരാ, നിന്റെ മുടിന്റെ കോലം എന്താണ് മോനെ? നിന്റെ പാൻസിന്റെ കോലം എന്താണ് മോനെ? നീ ആരുടെ അനുയായിയാണ് പൊന്നുമോനെ? ആ നേതാവിന്റെ മുമ്പിൽ നിന്റെ ചൊറുക്കെവിടെ? ആഖിറമെന്ന മരണമില്ലാത്ത ലോകത്തെ രാജാവല്ലയോ? സ്വാഹിബുൽ മഖാം, സ്വാഹിബുൽ കൗസർ, സ്വാഹിബുൽ ശഫാഅ. ഹബീബായ തങ്ങളെ മുമ്പിൽ എന്ത് യോഗ്യതയാണ് നമുക്കുള്ളത്? അല്ലാഹ് എന്തെല്ലാം സൗകര്യങ്ങൾ നമ്മൾക്ക് തന്നു. എന്നിട്ടും ഞാനും നീയും സ്വലാത്ത് മുടക്കാൻ നടക്കുകയല്ലേ? തങ്ങന്മാരെ എത്തുകയല്ലേ? തൂബൂ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിക്കോ മോനെ. ഹബീബായ തങ്ങളോട് കാണിക്കുന്ന ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സ്നേഹത്തിന്റെ പ്രഖ്യാപനം
അത് സ്വലാത്ത് തന്നെ. അത് കൂട്ടമായും ഒറ്റയായും എണ്ണം വെച്ചും വെക്കാതെയും എണ്ണം അറിയിച്ചും കൊടുത്തും എങ്ങനെയാവട്ടെ, ആഴ്ചയിൽ മാസത്തിൽ ദിവസത്തിൽ വ്യത്യാസമില്ലാതെ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ, ആ നേതാവിന്റെ പേരിൽ സ്വലാത്ത് സലാമു ചൊല്ലിക്കോ. അതല്ലാതെ നമ്മുടെ രോഗത്തിന് പരിഹാരമില്ല, കടത്തിന് പരിഹാരമില്ല, നമ്മളെ ഹമ്മിന് പരിഹാരമില്ല. എല്ലാത്തിനും പരിഹാരം ഹബീബായ തങ്ങളെ സ്വലാത്ത് തന്നെയാണ്. ഇൻഷാ അല്ലാഹ് ഈ മജ്‌ലിസ് ഇവിടെ തുടരട്ടെ. പ്രഗൽഭരായ ആലിമീങ്ങളുടെ പ്രൗഢമായ സ്വലാത്തിനെ കുറിച്ചുള്ള പരമ്പര നടക്കട്ടെ. ഹബീബായ തങ്ങളെ കുറിച്ചുള്ള മദ്ഹ് നമ്മുടെ നാട്ടിൽ അല്ലാഹു വലിയ ബറക്കത്ത് ചെയ്തു തരട്ടെ. ആ ജൂതന്റെ കിണറിൽ നിന്ന് വെള്ളം കോരുന്നയാളാരാണ്? ശാഫിഉം മുശഫഉമായ ലോകത്തിന്റെ നേതാവല്ലയോ? ആ ലോകത്തിന്റെ നേതാവിന്റെ കയ്യ, ആ കൈയിനെ കുറിച്ചല്ലേ ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന ശിഷ്യനായ ഖാദിമായ അനസ് തങ്ങൾ പറയുന്നത്, അല്ലാഹ് മാ മസിസ്തു ദീബാജം വലാ ഹരീറ അല്ലന മിൻ ഗഫി റസൂലില്ലാഹ്. ലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈയിനേക്കാൾ മിനുസമുള്ളൊരു പട്ടുണ്ടോ? അതിനേക്കാൾ മാർദ്ദവമുള്ള ഏതെങ്കിലും ഒരു തുണിയുണ്ടോ? خدمت لرسول الله صلى الله عليه وسلم 10 سنين. 10 കൊല്ലം ഞാൻ ഹബീബിന് സേവനം ചെയ്തിട്ടുണ്ട്. അതേ ആ അനസ് തങ്ങൾ പറയുന്നു, ഫമാ ഖാലലി ഉഫിൻ ഖത്ത്, എന്ന് പോലും അവിടുന്ന് ഒരു സേവകൻ എന്ന നിലയ്ക്ക് എന്നോട് ഉപയോഗിക്കാത്ത വലിയ ഖുലുഖുൽ അളീം സൽസ്വഭാവിയുടെ പര്യായമാണ് നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ അനസ് തങ്ങൾ പറയുന്നു, പട്ടിനേക്കാൾ മാർദ്ദവമുള്ള ആ ശറഫാക്കപ്പെട്ട കയ്യ്, ആ കയറുകൊണ്ട് ആ കിണറിൽ നിന്ന് വെള്ളം കോരിയെടുക്കുന്നു. ആ വെള്ളം രണ്ടാമത് കോരിയിട്ടൊരു ഈത്തപ്പന മരത്തിന്റെ